ഇന്നൊരു നാടൻ സ്റ്റൈൽ രീതിയിലാണ് കേട്ടോ നമ്മള് കറി വെക്കാൻ പോകുന്നത്. ഇന്ന് ബീഫ് കറി നമ്മൾ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നല്ല മൺചട്ടി എടുത്തിട്ടുണ്ട്. അതില് ചേരുവകളായ വെളിച്ചെണ്ണ, ഉലുവ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ പ്രത്യേകത കണ്ടില്ലേ, നല്ല പുക പോലെ അടുപ്പിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. പണ്ട് എല്ലാവരും അടുപ്പിലാണല്ലോ വേവിക്കാറ്. ഇപ്പഴല്ലേ ഈ ഗ്യാസ് കാര്യങ്ങളൊക്കെ. കുറെ നാളായി അപ്പൊ നമ്മളിന്ന് അടുപ്പിലേക്കാണ് വേവിച്ചപ്പോൾ അതും ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണല്ലോ. ആ പുകയുടെയും എല്ലാക്കെ ആ ഒരു മണമൊക്കെ ഇങ്ങനെ ആ കറിയിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ദാ നമ്മളെ ഉള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ അവിടെ കിടന്ന് വാടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തുറന്ന് കൊടുത്ത് 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ആ ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താ, വിറകടുപ്പിലാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തീ നീക്കി എടുക്കുകയൊക്കെ ചെയ്യാം. അത് അവിടെ കിടന്ന് നിൽത്തോളും. കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വറുത്ത പൊടിയാണ് കേട്ടോ. വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ എരിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ബീഫിന് നല്ല എരി വേണം കേട്ടോ. എനിക്ക് ബീഫിൽ നല്ല എരിയാണ് ഇഷ്ടം. ചിലർക്ക് ഈ ബീഫിൽ എരിയില്ലാതെ കഴിക്കും. പക്ഷെ എനിക്ക് ബീഫിൽ നല്ലതുപോലെ എരി വേണം. പക്ഷേ അതിന് വെള്ളമൊക്കെ വീട്ടും, ചെറിയ ചൂട് വെള്ളമൊക്കെ വീട്ടിൽ നമ്മൾ ആക്കി കൊടുക്കും. ഇതാണ് ബെയിൽ ചെയ്ത് കേട്ടോ. ഇതിൻ്റെ മരം ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ പച്ച ഇലയാണ് കിട്ടുന്നത്. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ കറുകാപ്പട്ട, ഗ്രാമ്പൂ, മുളക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കറിയിലിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒന്ന് നമ്മളൊരു അരമണിക്കൂർ നമ്മളിത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല തീ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നെസ്റ്റ് പിടിക്കുന്നില്ലേ പണ്ടത്തെ വിറകെടുപ്പ്. അപ്പം നമ്മൾ കറി റെഡിയായി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ബെയിൽ ലീഫിൻ്റെയൊക്കെ മണം നല്ലതുപോലെ ഇതാവുന്നുണ്ട്. നല്ല എരിയായിരുന്നു ഈ കറി. നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ക്യാമറയിൽ കാണുന്നത്, പക്ഷെ നല്ല കളറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ ആ കറി ഇങ്ങോട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ നോമ്പൊക്കെ അല്ലേ. നോമ്പിന് നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.